അപ്പോൾ തക്കുടൂന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ കൂടാന്നൊക്കെ പറഞ്ഞ് അവൻ ആർദ്രയും തക്കുടും കൂടെ കുറേ ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ട് അവരവിടെ ഇരിക്കുവാണേ. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളും പോരെ, നമുക്ക് നല്ല സൂപ്പർ കപ്പ ബിരിയാണി കഴിക്കാം. മുളക് പൊടി എടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. മുളക് പൊടി എടുക്കാം, മഞ്ഞൾപ്പൊടി എടുക്കാം. അയ്യോ, മീറ്റ് മസാല ഞാൻ എവിടെയാ വെച്ചേ? മീറ്റ് മസാല മേടിച്ചത് പൊട്ടിച്ചിട്ട് കൂട്ടുകാരെ, ഇനിയിപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു കറി വെച്ചിട്ട് കപ്പ ബിരിയാണി ആക്കാം. ഞാൻ എൻ്റെ ഒരു ഉദ്ദേശ അളവിലൊക്കെ ആട്ടോ പൊടി ചേർക്കുന്നത്. കറക്റ്റ് അളവൊന്നുമല്ല, ആ കറിക്ക് എത്ര പൊടി വേണം എന്നുള്ളൊരു ഏകദേശ അളവാകട്ടോ ചേർക്കുന്നത്. കപ്പയും കറി ഇടുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ശകലം പൊടി കൂടുതൽ ഇട്ടിട്ടുണ്ട്. വെട്ടിക്കൊണ്ട് വരാം. കപ്പ ബിരിയാണി കഴിക്കാൻ സെറ്റപ്പ് അതിനകത്ത് തന്നെയല്ലേ. പ്ലേറ്റിൽ കഴിക്കുന്നേക്കാളും സുഖം വാഴയില കഴിക്കുന്ന. കെട്ടാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഒരാൾ റെഡിയായി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ തക്കുടും, എൻ്റെ ചെരുപ്പ് ഇവിടെ ഇല്ലല്ലോ, പുറകുവശത്താണ് കിടക്കുന്നത്. സാരമില്ല. നമ്മുടെ വാഴയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കൊണ്ട് കഴുകി റെഡിയാക്കി എടുക്കണം. കഴുകാതെ കൊള്ളിയല്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. ഇത് കഴുകിക്കൊണ്ട് വരാം കേട്ടോ. ഇത് വറുത്ത തേങ്ങയും കൂടെ ഞാൻ ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി കപ്പ ബിരിയാണി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിരി വെള്ളം ശകലമുണ്ട്, അത് കാര്യമൊക്കെ ഉണ്ട്, അതിപ്പോൾ തന്നെ സെറ്റ് ആയിക്കോളും വിളമ്പുമ്പോഴത്തേക്കും. നല്ല സൂപ്പർ കപ്പ ബിരിയാണി കേട്ടോ കണ്ടിട്ട്. കഴിക്കാൻ പെട്ടെന്ന് ധൃതിയാകുന്നു. കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ചമ്മന്തികൾ ഉണ്ടാവും കേട്ടോ, സലാസ് പോലെ. അത് കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ്. ബീഫിൻ്റെ ഒരു കഷ്ണവും കപ്പയും കൂടെ കൂട്ടി എടുത്തിട്ട് സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല കേട്ടോ, അടിപൊളി. ഈ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്നു. നല്ല എരിവ, സൂപ്പർ സൂപ്പർ. എങ്ങനെ ശരിയായിന്ന് എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇത്ര ശരിയായില്ല. ഇന്നുണ്ടാക്കിയ കപ്പ ബിരിയാണി കുഴപ്പമില്ല, നല്ല അടിപൊളി. അപ്പം എല്ലാവരും വന്നോ, ഈ പിള്ളേർക്ക് വെക്കേഷനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക, കഴിക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കപ്പ ബിരിയാണി കഴിക്കാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.